ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ KTU യൂണിവേഴ്സിറ്റിയുടെ BTech ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെം എക്സാം ആണ്. ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാം ആണ് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ 2024 സ്കീം. അതേപോലെ അവരുടെ ഫസ്റ്റ് സെം എക്സാം ആണ് വരുന്നത്. കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. അത്യാവശ്യം നല്ല മാർക്കുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഒന്നും തുടങ്ങിയിട്ടില്ല, ഫ്രം സ്ക്രാച്ച് നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് എന്താ സിലബസ് എന്നോലും അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഡിസംബർ 5-നാണ് നിങ്ങളുടെ സെമ്മ് തീരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു 10 ദിവസം സ്റ്റഡി ലീവ് ഉണ്ട്. ഇനി നിങ്ങൾ ഒന്നും പഠിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും ഈ 10 ദിവസം നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും A+ഓ Aയോ S ഗ്രേഡോ നിങ്ങൾക്ക് നല്ലൊരു ഗ്രേഡ് തന്നെ വാങ്ങിക്കാൻ പറ്റും. അപ്പം മാക്സിമം നിങ്ങൾ ഈ 10 ദിവസം യൂട്ടിലൈസ് ചെയ്യുക. ഇനി ഓൾറെഡി എല്ലാം പഠിച്ചു വെച്ചേക്കാണ് എന്നുള്ളവർ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക, PYQs ഒക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഫസ്റ്റ് 2024 സ്കീമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് സെം എക്സാം എഴുതുമ്പോൾ പ്രീവിയസ് ഇയർ ഒന്നും വലുതായിട്ട് ഇല്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഞങ്ങൾ എഴുതിയ എക്സാമിൻ്റെ ആ ഒരു PYQ ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി ഫസ്റ്റ് നിങ്ങളിപ്പോൾ എക്സാം പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്, നിങ്ങൾക്ക് 10 ദിവസമുണ്ട്. സോ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഓൾറെഡി എല്ലാം പഠിച്ചിരിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണ്ട കേട്ടോ. മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം, ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതിയെങ്കിൽ പിന്നെ ഓക്കെ. ഇനി നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ എന്തായാലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഇതേപോലെ ഒരു പ്രിന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതായത് നമ്മുടെ ഹോൾ സിലബസ് ആണ്. ഇതിപ്പം എൻ്റെ സെക്കൻഡ് ഇയറിലെ തേർഡ് സെമ്മിലെ സിലബസ് ആണ്. ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ ഒരു നിങ്ങളുടെ സിലബസിൻ്റെ എല്ലാ ടോപ്പിക്കും വെച്ചിട്ട് ഒരു പ്രിന്റ് ഉണ്ടാവണം. ഇത് ഞാൻ ഫസ്റ്റ് ഇയർ മുതൽ ഫോളോ ചെയ്യുന്നതാണ്. ഞാനല്ല, മിക്ക സ്റ്റുഡൻസിൻ്റെ കയ്യിൽ ഇത് കാണും. ഇതെന്തിനാന്ന് വെച്ചാൽ, ഇത് യൂസ്ഫുൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പം നോട്ട്ബുക്കിൽ കോളേജിൽ മാം പഠിപ്പിക്കാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ നോട്ട്ബുക്കിൽ കംപ്ലീറ്റ് ആയിരിക്കത്തില്ല നമ്മുടെ നോട്ട്ബുക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു സിലബസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എത്രയൊക്കെ നമ്മളെ പഠിപ്പിച്ചു, ഇനി എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, എന്തൊക്കെ ടോപ്പിക്സ് പെൻഡിങ് ആണ് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സിലബസ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇങ്ങനെ ഒരു സിലബസ് കൈവച്ചതിന് ശേഷം നമ്മൾ ഓരോ ടോപ്പിക്കും നമ്മുടെ കയ്യിൽ എന്തൊക്കെ നോട്ട് ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ കോളേജിൽ നിന്ന് നമുക്ക് തന്ന നോട്ട്സ് നമുക്ക് ഏതൊക്കെ ടോപ്പിക് ഉണ്ട് ഇല്ലാത്തതൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ KTU നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. KTU നോട്ട്സ് എന്ന് വെച്ചിട്ട് അവരുടെ നോട്ട്സും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല നോട്ട്സ് ആണ്. അപ്പം അങ്ങനെയൊക്കെ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലോ വെബ്സൈറ്റിൽ കയറിയിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സ് കിട്ടും. അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. ഒരു ടോപ്പിക്കും മിസ് ചെയ്യാതിരിക്കുക. അപ്പം നിങ്ങൾ ഈ 10 ദിവസം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സിലബസ് ഉണ്ടാക്കുക. എന്നിട്ട് ഓരോ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക് മാർക്ക് ചെയ്ത് പോവാം. ഫസ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ ജസ്റ്റ് പെൻസിൽ കൊണ്ടിട്ട് ജസ്റ്റ് ഒരു ടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ ടോപ്പിക്ക് അങ്ങനെ ടിക്ക് ചെയ്ത് പോവാം. നിങ്ങൾ എന്തെങ്കിലും ടോപ്പിക്ക് സ്കിപ്പ് ചെയ്താൽ പോകുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിടുക. എന്നിട്ട് ബാക്കിയുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് പറ്റുന്ന ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ പഠിച്ചു തീർക്കുക. അപ്പോൾ എളുപ്പമുള്ള ടോപ്പിക്കുകളും പഠിക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ച് ടോപ്പിക്കുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ നോക്കാം. അങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമോ അതെല്ലാം പഠിച്ചു തീർക്കാം. അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിൽ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ സീരീസിനൊക്കെ പഠിക്കുമായിരുന്നു. എങ്കിലും എനിക്ക് ഒരുപാട് ടോപ്പിക്സ് ലാസ്റ്റ് ആയപ്പം പഠിച്ചു തീർക്കാൻ ഉണ്ടായിരുന്നു. സെക്കൻഡ് സീരീസ് ഞാൻ അത്ര നന്നായിട്ട് എഴുതിയില്ല. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഓരോ സബ്ജക്റ്റിനും 2 ദിവസം വീതമാണ് പഠിച്ചു തീർത്തത്. അതായത് ഒരു സബ്ജക്റ്റിൻ്റെ ഫുൾ 4 മൊഡ്യൂളും 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത 2 ദിവസമായപ്പം അടുത്ത സബ്ജക്റ്റ് എടുത്തു. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും 2 ദിവസം വെച്ചിട്ടാണ്. ഇപ്പം കംപ്ലീറ്റ് ആവാനുള്ള സബ്ജക്റ്റുകൾ ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ തീർത്തിട്ട് ഓൾറെഡി ഞാൻ ഒരുവിധം പഠിച്ചു എന്നുള്ള ടോപ്പിക്കുകളൊക്കെ ഞാൻ അവസാനം ലീവ് തീരാറായപ്പോഴാണ് നോക്കിയത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ മെജോറിറ്റി നിങ്ങൾ പഠിച്ചു തീർക്കുക. എന്തെങ്കിലും പാടുള്ള ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കി പഠിക്കാം. ഇനി മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാത്സിന് RVS അക്കാഡമി ഉണ്ട്. അവർ ഫ്രീ ആയിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് S1-ലും S2-ലും ചോദിച്ച മെജോറിറ്റി ക്വസ്റ്റ്യൻസ് മിസ്സ് പഠിപ്പിച്ച അതേപോലത്തെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാത്സിൻ്റെ സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു, എന്നാലും മാറ്റങ്ങളുണ്ട്. അപ്പോൾ മിസ്സ് പഠിപ്പിച്ച മിക്ക ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഞങ്ങൾക്ക് സെം 1-ലും സെം 2-ലും സെം 3-ലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. CS-ൻ്റെ കാര്യമാണ് പറയുന്നത്, ഞാൻ CS ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അതിലെ ക്ലാസ്സുകൾ കാണാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ മാത്സ് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ബാക്കി എല്ലാ ടോപ്പിക്കും ഗ്രാഫിക്സ്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ബൈ നിതിൻ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. നന്നായിട്ട് പഠിപ്പിക്കും. അപ്പോൾ ഓരോ ഫിഗർ, എനിക്ക് ഗ്രാഫിക്സ് പൊതുവെ ആദ്യമേ നല്ല ടഫുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ
പിന്നെ പതുക്കെയാണ് ഞാൻ ഇമാജിൻ ചെയ്ത് ചെയ്യാൻ തുടങ്ങിയ പ്രോബ്ലംസ്. ഇപ്പൊ നമുക്ക് കുറെ പ്രോബ്ലംസ് ഉണ്ടല്ലോ, ഒരു സ്ഫിയറിന്റെ മുകളിൽ ഒരു ക്യൂബ് വയ്ക്കുന്നു, അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്ത് ആ ഫിഗേഴ്സ് ഒക്കെ മനസ്സിലാക്കി വരയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഗ്രാഫിക്സ് എളുപ്പമായി തുടങ്ങിയത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ഗ്രാഫിക്സിന് ഓൾറെഡി നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇനി എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ബാക്കി നമുക്ക് മാത്സ് വരുമ്പോഴത്തേക്കും നമ്മൾ ഓരോ സ്റ്റെപ്പിന് മാർക്കുണ്ട്. അപ്പം നമ്മൾ ഫൈനലി മാത്രം നമ്മൾ കുറേ ഇക്വേഷൻസ് ഫോർമുലാസ് ഒക്കെ കാണും, അതൊന്നും എഴുതാൻ നമ്മൾ ഫൈനൽ സ്റ്റെപ്പ് മാത്രം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ട് മാർക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ എഴുതിയ ഫൈനൽ ആൻസർ തെറ്റാണെങ്കിൽ പോലും നമുക്ക് ബാക്കിയുള്ളതിൻ്റെ ഇതുപോലും കിട്ടത്തില്ല. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോർമുലാസോ ഇക്വേഷൻസോ ഉണ്ടെങ്കിൽ അത് എഴുതിയതിന് ശേഷം മാത്രം, സ്റ്റെപ്സ് എഴുതിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഫൈനൽ ആൻസർ എഴുതുക. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഇപ്പോൾ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മാർക്കിംഗ് സ്കീംസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, അതിനകത്ത് ഓരോ സ്റ്റെപ്സിനൊക്കെ മാർക്കുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയായിട്ട് എഴുതിയതിന് ശേഷം മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ മാത്സിനാണെങ്കിൽ പ്രോബ്ലംസ് ഒരുപാട് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എത്രമാത്രം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നോ, എത്രമാത്രം പ്രീവിയസ് ഇയർ ചെയ്ത് നോക്കാൻ പറ്റുന്നോ, നിങ്ങൾ ഓരോ ടോപ്പിക് വൈസ് നോക്കിയാൽ മതി. ചിലപ്പോൾ അത് പ്രീവിയസ് ഇയറിലുള്ള ടോപ്പിക് ആയിരിക്കും. അപ്പോൾ അത് എത്രമാത്രം നിങ്ങളെ കൊണ്ട് പറ്റുന്നോ അത്രയും നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയോ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ ഈ സെമ്മിൽ വരുന്നത്. അപ്പോൾ ഇതിലേതായാലും ഇത് ചില ടോപ്പിക്സിലൊക്കെ ഫിഗർ കാണും വരയ്ക്കാൻ വേണ്ടിയിട്ട്, ഫിഗർ കാണും, അതേപോലെ ഡയഗ്രാംസ് കാണും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വരയ്ക്കുക കറക്റ്റായിട്ട്. ചിലപ്പം ചില ടോപ്പിക്കുകളിൽ ഫിഗർ ഉണ്ടെങ്കിൽ ആ ഫിഗറിന് എന്തായാലും മാർക്ക് കാണും, ആ ഒരു ഫിഗറിന് എന്തായാലും മാർക്ക് കാണും. സോ അങ്ങനെയുള്ള ഫിഗർ ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയില്ലെങ്കിൽ പോലും ആ ഫിഗറും അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടും. സോ നിങ്ങൾ ഫിഗർ ഒന്നും മെജോറിറ്റി ഒഴിവാക്കാതിരിക്കുക. ചിലപ്പോൾ ടീച്ചർമാർ ഒരുപാട് എക്സ്പ്ലനേഷൻ നോക്കുന്നതിനേയും കാട്ടി അവർ പെട്ടെന്ന് ആ ഫിഗേഴ്സ് ഒക്കെ ആക്കി നോക്കിയിട്ട് മാർക്ക് ഇടുന്നത്. പിന്നെ അതേപോലെ തന്നെ അതാണ് ഫിസിക്സും കെമിസ്ട്രിയിലും പറയാനുള്ളത്. പിന്നെ പൈത്തൺ ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ബയോ സയൻസ് പഠിച്ചിട്ട് വന്ന സ്റ്റുഡൻ്റ് ആണ്. സോ എനിക്ക് കുറച്ച് ടഫായിരുന്നു പൈത്തൺ. ഇപ്പോൾ പൈത്തൺ ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്കറിയാം അൽഗോരിതം ഉണ്ട്, പ്രോഗ്രാം എഴുതണം. ഇപ്പോൾ നിങ്ങൾക്ക് കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അറിയത്തില്ല, നിങ്ങൾക്ക് അറിയാം എന്താണ് ലോജിക് എന്നറിയാം, എങ്ങനെ ചെയ്യണമെന്നറിയാം, പക്ഷേ നിങ്ങൾക്ക് അത് പ്രോഗ്രാമിൽ എഴുതാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്സ് ഒരു അൽഗോരിതം പോലെ നിങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് എഴുതുക. ഒരു അൽഗോരിതം എഴുതുന്ന പോലെ അതെന്താണ് അവിടുത്തെ ലോജിക് എന്ന് നിങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അൽഗോരിതം നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെക്കുക. അതേപോലെ നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത്, ഇപ്പം ഞങ്ങൾക്ക് നല്ല ടഫായിരുന്നു കേട്ടോ എക്സാം, എന്നാലും ഒരുപാട് എസ് വാങ്ങിച്ച പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം അറ്റൻഡ് ചെയ്യുക, ഒന്നും നിങ്ങൾ മിസ്സാക്കരുത്. ചിലപ്പോൾ അതിൽ ഔട്ട് ഓഫ് സിലബസ് കാണാം, ചിലപ്പോൾ ഔട്ട് ഓഫ് സിലബസ് കാണാം, തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ കാണാം. അപ്പം നമ്മൾ ചിലപ്പം അത് അറിഞ്ഞൂടാന്ന് പറഞ്ഞ് വിടും. നിങ്ങൾ നമ്പർ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താണോ അറിയാവുന്ന അത് നിങ്ങൾ എഴുതി വെക്കുക. ചിലപ്പോൾ അത് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ ഫുൾ മാർക്ക് കിട്ടും, അത് ഉറപ്പാണ്. സോ നിങ്ങൾ അങ്ങനെയുള്ള സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാവുന്ന എന്താ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം അറിയത്തില്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അത് നിങ്ങൾ അവിടെ എഴുതി വെക്കുക. ഇനി ഗ്രാഫിക്സ് എന്നോട് ഒരു കുട്ടി ചോദിച്ചായിരുന്നു, ലൈൻ ആണോ വെള്ള പേപ്പർ ആണോ എന്നൊക്കെ. ഓൾറെഡി അത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന രീതിക്കുള്ള ടൈപ്പ് പേപ്പേഴ്സും കാണും, പ്ലെയിൻ വൈറ്റ് പേപ്പേഴ്സും കാണും. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, എന്തായാലും അതിൽ പ്ലെയിൻ വൈറ്റ് പേപ്പേഴ്സും ഉണ്ട്, ഐസോമെട്രിക് പ്രൊജക്ഷൻസ് ഒക്കെ വരയ്ക്കാൻ പറ്റിയ പേപ്പേഴ്സും ഉണ്ട്. അപ്പം അത് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് വൈറ്റ് സ്പേസിൽ വരയ്ക്കാനാണ് കംഫർട്ടബിൾ എങ്കിൽ അവിടെ വരയ്ക്കുക. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഐസോമെട്രിക് പ്രൊജക്ഷൻസും അതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് പേജസ് ഉണ്ട് അതിൽ തന്നെ, നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും അത്. അപ്പോൾ അവിടെ നിങ്ങൾ വരയ്ക്കുക, നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ അവിടെ വരയ്ക്കുക. നമ്പർ ഇട്ടതിന് ശേഷം വരയ്ക്കുക, നമ്പർ ഇടാൻ വിട്ടു പോകരുത്. പിന്നെ ഗ്രാഫിക്സിൽ നീറ്റ്നെസ്സിന് മാർക്കുണ്ട്. തിൻ പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കുന്നതിനും തിക്ക് ഷെയ്ഡ് വരുന്ന പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കുന്നതിനും നമുക്ക് മാർക്കുണ്ട്. സോ എല്ലായിടത്തും നിങ്ങൾ ഒരേ പെൻസിലൊക്കെ കൊണ്ടുപോയിട്ട് കട്ടിക്ക് അങ്ങ് വരച്ച് വെക്കരുത്. ചിലയിടത്ത് തിന്നായിട്ട് മാർക്ക് ചെയ്യേണ്ടത് കാണും, അത് തിന്നായിട്ട് തന്നെ മാർക്ക് ചെയ്യുക. ചിലയിടത്ത് നല്ല രീതിയിൽ ഡാർക്കൻ ചെയ്യേണ്ടത് കാണും, അവിടെ അങ്ങനെ തന്നെ വരയ്ക്കുക. അപ്പോൾ അതിന് ഈ HB പെൻസിലുകളുണ്ടല്ലോ, കറക്റ്റ് ഏത് പെൻസിലാണോ പറയുന്നത് അത് യൂസ് ചെയ്ത് തന്നെ വരയ്ക്കുക. മാർക്കിങ്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക, കാരണം അതിനെല്ലാം മാർക്കുണ്ട്. നിങ്ങൾക്ക് മാർക്കിംഗ് സ്കീം എടുത്ത് നോക്കി അറിയാൻ പറ്റും, എല്ലാത്തിനും മാർക്കുണ്ട്. നീറ്റ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ സ്കെയിലും അതേപോലെ ആ പെൻസിലൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമ്പർ ഇടുക. പിന്നെ മാർക്ക് ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അതൊക്കെ ഗ്രാഫിക്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഫിഗറൊക്കെ വരച്ച് മനസ്സിലാക്കി ചെയ്യുക.
തെറ്റിക്കരുത്. കാരണം ആ ഇലക്ട്രിക്കലിൽ ഒരു ഫിഗറിന് തന്നെ, ഞാൻ എൻ്റെ പേര് മറന്നു, മെഷ് റൂളോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്, അതിന് തന്നെ നല്ല രീതിയിൽ മാർക്കുണ്ട്. അപ്പം നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് നോഡും മെഷും, സോ നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം, അതായത് ഓരോന്നും തെറ്റിക്കാതെ നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കോമൺ ആയിട്ട് പറയാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളെടുത്ത് ചെയ്യുക. ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ഒക്കെ ആണെങ്കിൽ നമ്മൾ പഴയ സ്കീം മാറിയിട്ടുണ്ടെങ്കിലും പഴയ സ്കീമാർക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് അതിലുള്ളത്. സോ പ്രീവിയസ് ഇയർ എന്തായാലും ഉണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. മാത്സ് ആയാലും പ്രീവിയസ് ഇയർ ചെയ്ത് പഠിക്കുക. RVSലൊക്കെ ഉള്ള പ്രോബ്ലംസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ പൈതൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ആ കോഡൊക്കെ ലോജിക്ക് എങ്കിലും എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ വിടരുത്. നിങ്ങൾക്ക് എന്താണോ അറിയാവുന്നത് അത് നിങ്ങൾ എഴുതുക. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം എഴുതി കഴിഞ്ഞ് നമുക്ക് സമയമുണ്ട്. ബട്ട് നമുക്ക് ചിലതിൽ ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം നിങ്ങൾക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പാർട്ട് എയിൽ 3 മാർക്കിൻ്റെ നമുക്ക് ടോട്ടൽ 60 മാർക്സിനാണല്ലോ റിട്ടേൺ എക്സാം വരുന്നത്. അതിൽ പാർട്ട് എയിൽ വരുന്നത് എല്ലാ മൊഡ്യൂളിൽ നിന്നും ഓർഡറിലായിരിക്കും തന്നിരിക്കുന്നത്. ഓരോ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, 3 മാർക്ക് വരുന്ന 2 ക്വസ്റ്റ്യൻ, സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, അങ്ങനെ 4 മൊഡ്യൂളിൽ നിന്നും ഈ 2 ക്വസ്റ്റ്യൻ വീതം നിങ്ങൾക്ക് കാണും. ഓരോന്നിനും 3 മാർക്കായിരിക്കും. നിങ്ങൾക്ക് മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. പിന്നെ പാർട്ട് ബിയിൽ വരുന്നതാണ് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതിൽ ഓരോ ക്വസ്റ്റ്യൻ 9 മാർക്സ് ഇതാണ് വരുന്നത്. അതെന്ന് പറയുമ്പോൾ 2 ക്വസ്റ്റ്യൻ ഓരോ മൊഡ്യൂൾ വൈസാണ്. ഇപ്പോൾ മൊഡ്യൂൾ 1ൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എഴുതിയാൽ മതി. ഇപ്പോൾ ഒരെണ്ണം എഴുതുമ്പോൾ കംപ്ലീറ്റ് എഴുതുക, അതിൻ്റെ എയും ബിയും എഴുതുക. അങ്ങനെ 4 മൊഡ്യൂളിൽ നിന്നും ഓരോ എസ്സേസ് എഴുതണം. അപ്പോൾ നിങ്ങൾക്കിപ്പം നിങ്ങൾക്കിപ്പം ഒരു പാർട്ട് ബിയിൽ ഒരു എസ്സേ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തത് 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയത്തില്ല, ഒരു വിധമൊക്കെയാണ് അറിയാവുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാം എഴുതി കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ രണ്ടാമത്തെയും കൂടെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് അറിയാവുന്ന എല്ലാം എഴുതുക. നമ്മൾ എഴുതിയിട്ടുള്ള കറക്റ്റ് ആണെങ്കിൽ ടീച്ചേഴ്സ് മാർക്ക് ഇടുമെന്നാണ് നമ്മളോട് കോളേജിൽ പറയാറുള്ളത്. അതായത് ഇപ്പം എനിക്ക് ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി, പക്ഷെ ഞാൻ ആ സെക്ഷനിൽ 2 അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതിനാണോ ഏറ്റവും കൂടുതൽ മാർക്ക് അതായിരിക്കും അവർ എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് കൂടെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഏതാണോ മാർക്ക് കൂടുതലുള്ളത് അത് അവരെടുക്കും. ഇനി നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ എഴുതിയ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് അത് മാത്രം എഴുതിയാൽ മതി. ഈ പാർട്ടിയിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാം അറ്റൻഡ് ചെയ്യണം. ഓരോന്നും 3 മാർക്കാണ്. നിങ്ങൾ അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും അറിയാവുന്ന എഴുതി വെക്കുക. അതിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പറെങ്കിലും ഇട്ട് വെക്കുക. ഈ മെജോറിറ്റി നമ്മുടെ ഭാഗ്യം കൊണ്ടിട്ട് ആ ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ട് ഓഫ് സിലബസോ എല്ലാം ആണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. നമ്മൾ നമ്പർ ഇട്ടാലേ മാർക്ക് കിട്ടത്തോളൂ, അല്ലാതെ അറ്റൻഡ് ചെയ്യാതെ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷനിലും കൂടെ അറ്റൻഡ് ചെയ്യാം. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക. വലിയ ടെൻഷനൊന്നും അവിടെ കാര്യമില്ല. കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ ആകെ ഒരു ടഫ് എന്ന് പറയുന്ന പൈതൺ ആയിരുന്നു. ബാക്കി എല്ലാം അത്യാവശ്യം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളായിരുന്നു. എളുപ്പമായിരിക്കും. അപ്പം നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. 10 ദിവസം ഉണ്ട്, വലിയ ടഫൊന്നും കാണത്തില്ല. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്.